നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടതാണിത്. ഇത് ഇന്നലെ കമൻ്റായിട്ട് നമ്മൾ ലൈവിലൊക്കെ വരുന്നുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ വലിയ മാസമായിട്ടൊക്കെ തോന്നും. എന്താ അറിയോ, ഈ സെമി ഫൈനലിലെത്തിയ ടീമുകളെ കുറിച്ചാണ്. ഒന്ന് ഫ്രാൻസ്, മെറിറ്റ് കോട്ട. 2 സ്പെയിന്, ജനറൽ കോട്ട. എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 3 ഇംഗ്ലണ്ട്, സ്പോർട്സ് കോട്ട. 4 അർജൻറ്റീന, മാനേജ്മെൻറ്റ് കോട്ട. ഓ സൂപ്പർ സൂപ്പർ എന്ന് പറയാൻ തോന്നുന്നുണ്ടാവും ചില അത് ഞാൻ അണ്ടർലൈൻ ഇട്ട് പറയുകയാണ്. ചില ആളുകൾക്ക് വലിയ മാസമായിട്ടൊക്കെ തോന്നിയിട്ട് ഇതൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ വെക്കുകയാണ്. ഒരു പക്ഷേ കളിയുടെ ആവേശത്തിലൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ മാനേജ്മെൻറ്റ് കോട്ട എന്ന് അധിക്ഷേപിക്കുന്ന ടീം ഒരു പക്ഷേ എളുപ്പത്തിൽ ഇങ്ങനെ കടന്നുപോയി ഫിഫ വഴി എളുപ്പമാക്കി കൊടുത്തു അല്ലേ? അതാണ് ഇപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ നരേറ്റീവ്, പ്രത്യേക വിഭാഗം ഫാൻസിൻ്റെ. അല്ല, എങ്ങനെയാണ് അർജൻറ്റീനയ്ക്ക് ഈ കാര്യങ്ങൾ എളുപ്പമായത്? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നിങ്ങൾക്കിത് തിരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അർജൻറ്റീനയ്ക്കെതിരെ റൗണ്ട് ഓഫ് 32 വരേണ്ടിയിരുന്ന ടീം ഏതാണ്? അത് ഉറുഗ്വായി ആയിരുന്നു. അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് 2ാം സ്ഥാനത്തേക്ക് പോവുകയായിരുന്നെങ്കിൽ സ്പെയിനായിരുന്നു. സ്പെയിന് നന്നായിട്ട് ഒരു ഭാഗത്തു കൂടി കളിച്ചു പോയി. ഉറുഗ്വായ്ക്ക് എന്താ പറ്റി? ഉറുഗ്വായ് പൊട്ടി പുറത്തായി. അത് അർജൻറ്റീനയുടെ പ്രശ്നമാണോ? അത് കഴിഞ്ഞിട്ട് അർജൻറ്റീനയ്ക്കെതിരെ ക്വാർട്ടർ ഫൈനലിൽ വരേണ്ടിയിരുന്ന ഒരു വലിയ ടീമില്ലേ, അവരുടെ പോയി. പോർച്ചുഗൽ ഗ്രൂപ്പിൽ 1ാം സ്ഥാനം പിടിക്കാൻ പറ്റാതെ 2ാമതായി പോവുകയും അവിടുന്ന് ഒരു ടഫ് റൂട്ടിലേക്ക് കടന്ന് രക്ഷയില്ലാതെ പുറത്താവുകയും ചെയ്തു പോർച്ചുഗൽ എന്നുള്ളത് അർജൻറ്റീനയുടെ പ്രശ്നം കൊണ്ടാണോ? വേണ്ടതേ. ഇപ്പം ഈ പറയുന്ന സെമി ഫൈനലിൽ അർജൻറ്റീനയ്ക്കെതിരെ ആരാ വരേണ്ടിയിരുന്നത്? ബ്രസീലല്ലേ? അവർ നേരത്തെ തോറ്റ് പുറത്തായത്. ആരാ പ്രശ്നം? അർജൻറ്റീനയുടെ പ്രശ്നം കൊണ്ടാണോ? അതായത് ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ സുജായി എന്ന് പറയും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ വലിയ സുജായികളും പർമാണികളും ഒക്കെ നേരത്തെ പൊട്ടി പുറത്തായി വീട്ടിൽ പോയിരുന്നിട്ട് അർജൻറ്റീനയെ കളിയാക്കാൻ വരിക. ഇത് കാണുമ്പോൾ വലിയ മാസമായിട്ട് തോന്നും. പക്ഷെ സ്വയം ട്രോളുകയാണ് നിങ്ങളെന്നുള്ളത് ആ വിഭാഗം ആളുകളൊന്നും മനസ്സിലാക്കിയാൽ മതി. ചിലർ തോറ്റവർ വീട്ടിൽ പോയിരിക്കും, അല്ലാത്തവർ സെമി ഫൈനൽ കളിക്കും. അത്രേ ഉള്ളൂ. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.